ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പനീസ് ആക്ട് 2013 ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 1 മുതൽ സെക്ഷൻ 9 വരെയുള്ള കാര്യങ്ങൾ 2 വീഡിയോകളിലായി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ സെക്ഷൻ 10ലേക്ക് പോവാം. ഇഫക്റ്റ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് എന്താണ്? മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഷാൾ വെൻ രജിസ്റ്റേർഡ് ദാറ്റ് വിൽ ബൈൻഡ് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെമ്പേഴ്സിനും കമ്പനിക്കും മെമ്മോറാണ്ടത്തിലെയും ആർട്ടിക്കിൾസിലെയും പ്രൊവിഷൻസ് എല്ലാം അപ്ലിക്കബിൾ ആണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഓബ്ലിഗേഷൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് സെക്ഷൻ 10 പറയുന്നത്. And all monies payable by any member to the company under the memorandum or articles shall be a debt due from him to the company. നമ്മൾക്കറിയാം, ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ, പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ 2 സബ്സ്ക്രൈബേഴ്സ് വേണം. പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ 7 സബ്സ്ക്രൈബേഴ്സ് വേണം. 1 person കമ്പനി ഫോം ചെയ്യണമെങ്കിൽ 1 സബ്സ്ക്രൈബ് വേണം. They should subscribe their name to a memorandum. ഓക്കെ, അപ്പൊ അവര് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര നമ്പർ ഓഫ് ഷെയർസ് അവര് സബ്സ്ക്രൈബ് ചെയ്യാം, അതിന് ഇത്ര മണിയാണ് അവർ പേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവര് ഒരു അണ്ടർടേക്കിംഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ എമൗണ്ട് ദാറ്റ് വിൽ ബി പേയബിൾ ഫ്രം ദ മെമ്പേഴ്സ് ടു ദ കമ്പനി. ദാറ്റ് വിൽ ബി എ ഡെറ്റ് ഡ്യൂ ഫ്രം ദം ടു ദ കമ്പനി. ഇതാണ് സെക്ഷൻ 10 പറയുന്നത്, ഇഫക്റ്റ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ദ പ്രൊവിഷൻസ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് വിൽ ബി ബൈൻഡിങ് ഓൺ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇത്ര കാര്യങ്ങളാണ് സെക്ഷൻ 10 പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സെക്ഷൻ 10A, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എറ്റ്സെട്ര. ഈ സെക്ഷൻ കമ്പനീസ് ആക്ട് 2013 വന്ന സമയത്ത് ഈ സെക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതൊരു ന്യൂലി ഇൻസേർട്ടഡ് സെക്ഷനാണ്. കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2019 പുതുതായി ഇൻസേർട്ട് ചെയ്ത ഒരു സെക്ഷനാണ്. എന്താണ് ഈ സെക്ഷനിൽ പറയുന്നത്? എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആഫ്റ്റർ ദി കമൻസ്മെന്റ് ഓഫ് കമ്പനീസ് Amendment Act 2019 and having share capital shall not commence any business or exercise any borrowing powers. അതായത് ഈ അമെൻമെന്റ് ആക്ട് 2019 വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾ ഷാൾ നോട്ട് കമൻസ് എനി ബിസിനസ്, അവര് ബിസിനസ് തുടങ്ങാൻ പാടില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ദേ ഷുഡ് നോട്ട് എക്സസൈസ് എനി ബോറോയിങ് പവേഴ്സ്. അവർ ഒരു ലോണും എടുക്കാൻ പാടില്ല, ആരുടെയിൽ നിന്നും ഒരു ലോണൊന്നും എടുക്കാൻ പാടില്ല. അതേപോലെ അവർ ബിസിനസ് തുടങ്ങാനും പാടില്ല. അൺലെസ്, എന്ത് ചെയ്യാതെ അത് ചെയ്യാൻ പാടില്ല? അവര് ഒരു ഡിക്ലറേഷൻ ഷുഡ് ബി ഫയൽഡ് ബൈ എ ഡയറക്ടർ within a period of 180 days from the date of incorporation of a company in such form and verified in such manner as may be prescribed with the registrar. അതായത് ഒരു ഡയറക്ടർ സൈൻ ചെയ്തിട്ട് ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. അതെന്ന് ഫയൽ ചെയ്യണം? വിത്തിൻ 180 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് 180 ഡേയ്സിനുള്ളിൽ ഒരു ഡിക്ലറേഷൻ അത് പ്രിസ്ക്രൈബ് ചെയ്ത ഫോമിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ആ ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. ഓക്കെ, ആ ഫോം പറയുന്നത് INC 20A എന്ന് പറയുന്ന ഒരു ഫോമാണ്. അത് നമ്മൾ റൂൾ 23A ചാപ്റ്റർ 2 റൂൾ 23A ആ ഫോം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. INC 20A എന്ന് പറയുന്ന ഫോമിൽ അവർ രജിസ്ട്രാറുടെ അടുത്ത് ഒരു ഡിക്ലറേഷൻ വിത്തിൻ 180 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫയൽ ചെയ്യണം. എന്താണ് ആ ഡിക്ലറേഷനിൽ പറയുന്നത്? എവരി സബ്സ്ക്രൈബർ ടു ദി മെമ്മോറാണ്ടം ഹാസ് paid the value of shares agreed to be taken by him. ആ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മെമ്പേഴ്സും അവര് അഗ്രി ചെയ്ത എമൗണ്ട് കമ്പനിയിലേക്ക് പേ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ. ആൻഡ് ഓൾസോ verification of its registered office as provided in section
12. സെക്ഷൻ 12 പറയുന്ന പോലെ വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. അത് സെക്ഷൻ 12 എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം എന്താണ് വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. അപ്പോൾ ഇത്രയാണ് ഒരു കമ്പനി എന്ത് ചെയ്യാൻ പാടില്ല. സെക്ഷൻ 10A പറയുന്നത് ഒരു കമ്പനി ബിസിനസ് കമൻസ് ചെയ്യാനോ അതേപോലെ ബോറോയിങ് ചെയ്യാനോ പാടില്ല unless a declaration is filed with the registrar of companies that എന്താണ് എന്നത് ഫയൽ ചെയ്യണം വിതിൻ 180 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദ കമ്പനി. അത് എന്ത് ഫോമിലാണ് ഫയൽ ചെയ്യേണ്ടത്? ഫോം നമ്പർ INC 20A എന്ന് പറയുന്ന ഫോമിൽ വേണം അത് ഫയൽ ചെയ്യാൻ. അതേപോലെ ഈ കമ്പനിക്ക് ഏതെങ്കിലും സെക്ടറൽ റെഗുലേറ്റേഴ്സിന്റെ പെർമിഷൻ വേണ്ട കമ്പനികളാണെങ്കിൽ, അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെയോ അല്ലെങ്കിൽ RBIയുടെയോ ഒക്കെ പെർമിഷൻ വേണ്ട കമ്പനികളാണെന്നുണ്ടെങ്കിൽ, സെബിയുടെയോ RBIയുടെയോ ഒക്കെ പെർമിഷൻ വേണ്ട കമ്പനികളാണെങ്കിൽ അവരുടെ അപ്രൂവലിന്റെ കോപ്പിയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ വിത്തിൻ 180 days ഫയൽ ചെയ്യണം. ഓക്കെ, അതിനുശേഷം മാത്രമാണ് കമ്പനി ബിസിനസ് കമൻസ് ചെയ്യാനോ ബോറോയിങ് പവേഴ്സ് എക്സസൈസ് ചെയ്യാനോ പാടുള്ളൂ. ഓക്കെ, ഡിഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ if any default is made in complying with the requirements of this section, the company shall be liable for penalty. പെനാൽറ്റിയുടെ amount ഒന്നും ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി where no declaration is filed, ഡിക്ലറേഷൻ ഫയൽ ചെയ്തില്ലെങ്കിൽ വിത്തിൻ 180 days അത് ഫയൽ ചെയ്തില്ലെങ്കിൽ and the registrar has reasonable cause to believe that company is not carrying on any business or operation. നമ്മൾ ഈ ഡിക്ലറേഷൻ വിത്തിൻ 180 days ഓഫ് ദി ഇൻകോർപ്പറേഷൻ ഫയൽ ചെയ്തില്ല എന്നിട്ട് രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആയി എന്ന് രജിസ്ട്രാർ റീസണബിൾ എൻക്വയറി ഒക്കെ നടത്തിയിട്ട് അവർ തീരുമാനിച്ചു എന്തെന്നത് കമ്പനി ഇസ് നോട്ട് ക്യാരിങ് എനി ബിസിനസ് നടത്തുന്നില്ല എന്നാണ് രജിസ്ട്രാർ സാറ്റിസ്ഫൈ ആണെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? ഹി മേ ടേക്ക് ആക്ഷൻ ഫോർ റിമൂവൽ ഓഫ് ദ നെയിം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ ആക്ഷൻ എടുക്കും വിതൗട്ട് പ്രെജുഡിസ് ടു ദി പ്രൊവിഷൻസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ 2. അതായത് ഫൈൻ ഓൾറെഡി ഫൈനൊക്കെ ഇട്ടിട്ടുണ്ടാവും, കമ്പനിയുടെ പേരിൽ ഫൈൻ ഇട്ടു എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യാതെ തന്നെ രജിസ്ട്രാർക്ക് മേ ഇനീഷ്യേറ്റ് ആക്ഷൻ ഫോർ റിമൂവൽ ഓഫ് നെയിം. കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ചാപ്റ്റർ 18 പ്രകാരം അത് റിമൂവ് ചെയ്യാനുള്ള പേര് റിമൂവ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്ക് ഉണ്ട്. 180 daysനുള്ളിൽ ഇത് ഫയൽ ചെയ്യണം. പക്ഷേ ഈ കോവിഡ് കാരണം ഒരു റിലാക്സേഷൻ, ഒരു അഡീഷണൽ പീരീഡ് ഓഫ് 180 daysഉം കൂടെ ഒരു റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അഡീഷണൽ പീരീഡ് ഓഫ് 180 days. അതൊരു നോട്ടിഫിക്കേഷൻ, ഒരു ജനറൽ സർക്കുലർ ഉണ്ടായിരുന്നു. ജനറൽ സർക്കുലർ 11/2020. അത് 24th March 2020 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരു ജനറൽ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ പ്രകാരം ഒരു 180 daysഉം കൂടെ അഡീഷണൽ പീരീഡ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. കമ്പനി ഷാൾ നോട്ട് കമൻസ് എനി ബിസിനസ് അൺലെസ് എ ഡിക്ലറേഷൻ ഈസ് ഫയൽ വിത്ത് ദ രജിസ്ട്രാർ within 180 days from the date of incorporation of the company. That എന്താണ് ഡിക്ലറേഷൻ പറയുന്നത്? Every subscriber to the memorandum has paid the value of shares and company has filed with the registrar a verification of registered office as provided in section 12. സെക്ഷൻ 12 പറയുന്ന പ്രകാരം കുറെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യാനുണ്ട്. സെക്ഷൻ 12 എടുക്കുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ട്? പെനാൾട്ടി ഉണ്ട്. ഇനി ഡിക്ലറേഷൻ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് ആക്ഷൻ എടുക്കാം. കമ്പനിയുടെ പേര് രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് എടുക്കാം. COVID-19 പശ്ചാത്തലത്തിൽ ഒരു 180 daysഉം കൂടെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ആസ് പെർ ജനറൽ സർക്കുലർ നമ്പർ 11/2020 issued on 24th March 2020. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ 12 എന്താണെന്ന് നോക്കാം. Section 12 Registered Office of the Company. A company shall within 30 days, നേരത്തെ അത് 15 days എന്നായിരുന്നു. കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2017 വന്നപ്പോഴാണ് അത്
30 days naked. A company shall within 30 days of incorporation and at all times thereafter should have a registered office capable of receiving and acknowledging all communication and notices as may be addressed to it. കമ്പനിക്ക് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം വിത്തിൻ 30 ഡേയ്സ് ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ കമ്പനിക്ക് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? കേപ്പബിൾ ഓഫ് റിസീവിംഗ് ആൻഡ് അക്നോളജിങ് ഓൾ ഇറ്റ്സ് കമ്പനിക്ക് വരുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും നോട്ടീസും എല്ലാം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. അത് എന്തുണ്ടായിരിക്കണം? വിത്തിൻ 30 ഡേയ്സ്. നേരത്തെ അത് 15 ഡേയ്സ് എന്നായിരുന്നു. കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2017 അത് 30 ഡേയ്സ് ആക്കി. വിത്തിൻ 30 ഡേയ്സ് ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ആൻഡ് അറ്റ് ഓൾ ടൈംസ് thereafter. അതിനുശേഷം എല്ലായ്പ്പോഴും അങ്ങനെ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ദ കമ്പനി ഷാൾ ഫർണിഷ് ടു ദ രജിസ്ട്രാർ വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് വിത്തിൻ a period of 30 days of its incorporation in such manner as may be prescribed. Okay, അത് റൂൾ 25 പറയുന്നുണ്ട്. INC 22 എന്ന് പറയുന്ന ഒരു ഫോമിലായിരിക്കണം വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യേണ്ടത്. കമ്പനി ഷാൾ ഫർണിഷ് ടു ദ രജിസ്ട്രാർ വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് വിത്തിൻ എ പീരിയഡ് ഓഫ് 30 ഡേയ്സ് ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഫോം നമ്പർ INC 22 എന്ന് പറയുന്ന ഫോമിലാണ് വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, there shall be, ഇത് റൂൾസിലാണ് പറയുന്നത്. റൂൾസ് 25 ചാപ്റ്റർ 2 റൂൾസ് 25 പറയുന്നുണ്ട്. there shall be attached to the said form any of the following documents. ഈ പറയുന്ന ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും സംഭവങ്ങൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഈ ഫോമിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. എന്തൊക്കെയാണ്? ഒന്ന്, registered document of title of the premises of the registered office in the name of the company. അത് കമ്പനി ഓൺ ചെയ്യുന്ന പ്രമൈസസ് ആണെങ്കിൽ, രജിസ്റ്റേർഡ് ഓഫീസിന്റെ ബിൽഡിംഗ് കമ്പനിയുടെ സ്വന്തം ഓണർഷിപ്പിലുള്ളതാണെങ്കിൽ അതിന്റെ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ, അതായത് അതിന്റെ ആധാരത്തിന്റെ ഒരു കോപ്പി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ കൊടുക്കണം. ഓക്കെ, അത് കമ്പനി ആ രജിസ്റ്റേർഡ് ഓഫീസ് കമ്പനിയുടേതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അത് അല്ലെങ്കിൽ ഓർ ദി നോട്ടറൈസ്ഡ് കോപ്പി ഓഫ് ദ ലീസ് ഓർ റെന്റ് അഗ്രിമെന്റ്. ഓക്കെ, അത് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ള കെട്ടിടമാണെന്നുണ്ടെങ്കിൽ നോട്ടറൈസ്ഡ് കോപ്പി ഓഫ്, അത് നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോയിട്ട് നോട്ടറൈസ് ചെയ്തിട്ടുള്ള അതിന്റെ റെന്റ് അഗ്രിമെന്റിന്റെ അല്ലെങ്കിൽ ലീസ് അഗ്രിമെന്റിന്റെ കോപ്പിയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്തിരിക്കണം. അതേപോലെ കോപ്പി ഓഫ് റെന്റ് പേ നോട്ട് ഓൾഡർ ദാൻ 1 month, വാടക കൊടുത്തതിന്റെ ഒരു റെസീറ്റിന്റെ കോപ്പി, വാടക കൊടുത്ത റെസീറ്റിന്റെ കോപ്പി, അത് നോട്ട് ഓൾഡർ ദാൻ 1 month, പഴയ ഏതെങ്കിലും റെസീറ്റ് ആയിരിക്കരുത്, നോട്ട് ഓൾഡർ ദാൻ 1 month. ഓക്കെ, ഇതിലേതെങ്കിലും, ഇത് സ്വന്തം ആണെന്നെങ്കിൽ വാടകയില്ലല്ലോ. The authorization from the owner or authorized occupant of the premises along with the proof of ownership or occupancy authorization to use the premises by the company as its registered office. ഇത് കമ്പനി ഇത് രജിസ്റ്റേർഡ് ഓഫീസ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് അവർക്ക് എതിർപ്പില്ല എന്ന് പറയുന്ന ഒരു ഓതറൈസേഷൻ, അത് ടു യൂസ് ദ premises by the company as its registered office. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഫയൽ ചെയ്യണം. ആൻഡ് proof of evidence of any utility service like telephone, gas, electricity, etc. depicting the address of the premises in the name of the owner or document. ഇതാണ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ അഡ്രസ് പ്രൂഫ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ടെലിഫോൺ ബില്ലിന്റെയോ ഇലക്ട്രിസിറ്റി ബില്ലിന്റെയോ ഗ്യാസ് ബില്ലിന്റെയോ എന്തിന്റെയെങ്കിലും ഒരു ബില്ലില് നമ്മുടെ അഡ്രസ്, ഈ രജിസ്റ്റേർഡ് ഓഫീസ് നിലനിൽക്കുന്ന കെട്ടിടത്തിന്റെ അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു എവിഡൻസും കൂടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യണം. ദാറ്റ് ഷുഡ് ബി നോട്ട് ഓൾഡർ ദാൻ 2 months. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബില്ലിന്റെ കോപ്പി, ഗ്യാസ് ബില്ലിന്റെയോ ടെലിഫോൺ ബില്ലിന്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിന്റെയോ ഒരു ലേറ്റസ്റ്റ് കോപ്പി, 2 മാസം പഴയതല്ലാത്ത ഒരു പ്രൂഫ് ഓഫ് എവിഡൻസും കൂടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യണം. ഇതാണ് ഈ വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ,
ഇനി അപ്പോൾ ഇതൊന്ന് നോക്കാം എന്തൊക്കെയാണ്. കമ്പനി ഷാൾ വിത്തിൻ 30 days ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ, ഒരു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ആ കമ്പനിക്ക് ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. അറ്റ് ഓൾ ടൈംസ് ദെയർ ആഫ്റ്റർ, അതിനുശേഷം എല്ലായ്പ്പോഴും അങ്ങനെ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിന്റെ വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് അത് വിത്തിൻ 30 days ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ അത് ഫയൽ ചെയ്യണം. റൂൾ 25 അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഫോം നമ്പർ INC 22 അത് ഫയൽ ചെയ്യേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും റൂൾ 25 പറയുന്നുണ്ട്. ഓക്കെ, ഇനി ലേബലിംഗ് സെക്ഷൻ 12 സബ്സെക്ഷൻ 3. Every company shall paint or affix its name and address of its registered office and keep the same painted or affixed on outside of every office or place in which its business is carried on in a conspicuous position in legible letters. എല്ലാ കമ്പനികളും അവര് ഒന്നുപോലെ പെയിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അഫിക്സ് ചെയ്യുകയോ വേണം. എന്ത്? കമ്പനിയുടെ പേര്, അതിന്റെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ് ഓൺ ഔട്ട്സൈഡ് ഓഫ് എവരി ഓഫീസ് ഓർ പ്ലേസ് ഇൻ വിച്ച് ഇറ്റ് ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ. ഒരു കമ്പനി എവിടെയെല്ലാം ബിസിനസ് ചെയ്യുന്നുണ്ടോ ആ ബിസിനസ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഓഫീസിന്റെ പുറത്ത് അവരുടെ കമ്പനിയുടെ പേരും രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സും, കമ്പനിയുടെ പേരും രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സും പെയിന്റ് ചെയ്ത് വെക്കുകയോ അഫിക്സ് ചെയ്യുകയോ വേണം എല്ലാ കമ്പനികളും, എവരി കമ്പനി. ഓക്കെ, അതേപോലെ ഹാവ് ഇറ്റ്സ് നെയിം എൻഗ്രേവ്ഡ് ഇൻ ലെജിബിൾ ക്യാരക്ടേഴ്സ് ഓൺ ഇറ്റ്സ് സീൽ ഇഫ് എനി. കമ്പനിക്ക് സീൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കമ്പനിക്ക് സീൽ ഉണ്ടാവണം എന്നുള്ള കാര്യം നിർബന്ധമില്ല. ഓക്കെ, സീൽ ഉണ്ടെങ്കിൽ ആ സീലിലും അത് കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കണം. ഇൻ ലെജിബിൾ ക്യാരക്ടേഴ്സ്. ഓക്കെ, വായിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ക്യാരക്ടർ ആയിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതേപോലെ ഗെറ്റ് ഇറ്റ്സ് നെയിം, അഡ്രസ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ആൻഡ് കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ അലോങ് വിത്ത് ടെലിഫോൺ നമ്പർ, ഫാക്സ് നമ്പർ ഇഫ് എനി, ഇമെയിൽ ആൻഡ് വെബ്സൈറ്റ് അഡ്രസ് ഇഫ് എനി, printed in all its business letters, billheads, letter papers, and in all its notices and other official publications. കമ്പനിയുടെ പേരും രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സും കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പറും ടെലിഫോൺ നമ്പറും ഫാക്സ് നമ്പറും ഇമെയിലും വെബ്സൈറ്റ് അഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതും printed in all its business letters, billheads, letter papers, notices and all other official publication. കമ്പനിയുടെ സ്റ്റേഷനറീസ്, കമ്പനി ഉപയോഗിക്കുന്ന കമ്പനിയുടെ ബിസിനസ് ലെറ്റർ, ബിൽ ഹെഡ്സ്, അതേപോലെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന നോട്ടീസുകൾ, കമ്പനിയുടെ എല്ലാ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ്, ഇതിലെല്ലാം കമ്പനിയുടെ പേരും കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സും കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ, എല്ലാ കമ്പനികളും ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ആ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻകോർപ്പറേറ്റ് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ കൊടുക്കും. ആ നമ്പറും കമ്പനിയുടെ ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതും, ഫാക്സ് നമ്പർ ഉണ്ടെങ്കിൽ ആ ഫാക്സ് നമ്പറും, ഇമെയിൽ അഡ്രസ്സോ വെബ്സൈറ്റ്സോ ഉണ്ടെങ്കിൽ അതും ഈ പറയപ്പെടുന്ന എല്ലാ സ്റ്റേഷനറികളിലും കമ്പനി അത് പ്രിന്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതേപോലെ ഹാവ് ഇറ്റ്സ് നെയിം പ്രിന്റഡ് ഓൺ ഹുണ്ടീസ്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സച്ച് അതർ ഡോക്യുമെന്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അതേപോലെ കമ്പനി ഓൺലൈൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണെങ്കിൽ റൂൾ 26 ഒരു കാര്യം പറയുന്നുണ്ട്. ചാപ്റ്റർ 2 റൂൾ 26 ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് കമ്പനി വെബ്സൈറ്റ് വഴി ഓൺലൈൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണെങ്കിൽ അവര് ആ വെബ്സൈറ്റില് ഹോം പേജില് കമ്പനിയുടെ പേര്, രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്, കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ, ടെലിഫോൺ നമ്പർ, ഫാക്സ് നമ്പർ ഉണ്ടെങ്കിൽ അത്, ഇമെയിൽ ID, അതേപോലെ ദ നെയിം ഓഫ് ദ പേഴ്സൺ
who may be contacted in case of any queries or grievances. അതായത് ഈ ഓൺലൈൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണെങ്കിൽ ഇൻ അഡീഷൻ ടു എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള അവരുടെ കമ്പനിയുടെ പേര്, രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ, അതേപോലെ ഇമെയിൽ ഐ ഡി, ഫാക്സ് നമ്പർ, അതൊക്കെ അവരുടെ വെബ്സൈറ്റിലെ ഹോം പേജിൽ പബ്ലിഷ് ചെയ്യുന്നതോടൊപ്പം എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടാവുമ്പോൾ, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ആരെ കോണ്ടാക്ട് ചെയ്യണം, ആ കോണ്ടാക്ട് ചെയ്യേണ്ട ആളുടെ പേര്, ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹൂ മേ ബി കോണ്ടാക്റ്റഡ് ഇൻ കേസ് ഓഫ് എനി ക്വറീസ് ഓർ ഗ്രീവൻസസ്. ഇത് എവിടെയാണ് പറയേണ്ടത്? ഓൺ ദ ലാൻഡിംഗ് ഹോം പേജ് ഓഫ് ദ വെബ്സൈറ്റ്. ഓക്കെ, ഇതൊരു അഡീഷണൽ മാറ്റർ ആണ്. റൂൾ 26 ഓഫ് ചാപ്റ്റർ 2. റൂൾ 26 ഓഫ് ചാപ്റ്റർ 2ൽ പറയുന്ന ഒരു അഡീഷണൽ ഡിസ്ക്ലോഷേഴ്സ് ആണ്. ഓക്കെ, എങ്ങനെ ആണെങ്കിൽ എവറി കമ്പനി വിച്ച് ഹാസ് എ വെബ്സൈറ്റ് ഫോർ കണ്ടക്ടിങ് ഓൺലൈൻ ബിസിനസ്. ഓക്കെ, അത്തരം കമ്പനികൾ ഇങ്ങനെ ഒരു അഡീഷണൽ ഡിസ്ക്ലോഷേഴ്സും കൂടെ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്. വേർ ദ കമ്പനി ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്സ് നെയിം or names during the last 2 years, it shall paint or affix or print, as the case may be, along with its name, the former name or names so changed during the last 2 years as required under clause A and C. നമ്മൾ ക്ലോസ് A and C എന്ന് പറയുന്നത് ഇതാണ്. പെയിന്റ് ചെയ്യണം, അതേപോലെ രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സും പേരെല്ലാം ബിൽ ഹെഡ്സിലൊക്കെ പറയണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഏതെങ്കിലും കമ്പനികള് അവരുടെ പേര് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ അഡീഷൻ ഇറ്റ്സ് ന്യൂ നെയിം, ഈ പുതിയ പേരിനോടൊപ്പം തന്നെ അവരുടെ പഴയ നെയിമും കൂടെ വെക്കണം. ഫോർമർ നെയിം ഓർ നെയിംസ്. ഓക്കെ, അവര് എത്ര പ്രാവശ്യം പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ആ ചേഞ്ച് ചെയ്ത എല്ലാ പേരുകളും, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അവർ ചേഞ്ച് ചെയ്ത എല്ലാ പേരുകളും കൂടെ ആ സ്റ്റേഷനറിയിലും കമ്പനിയുടെ ഓഫീസുകളുടെ പുറത്തും അവര് പെയിന്റ് ചെയ്യുകയോ അഫിക്സ് ചെയ്യുകയോ വേണം. അപ്പോൾ ഇപ്പോഴുള്ള പേരിനോട് ഉൾപ്പെടെ ഒപ്പം തന്നെ കമ്പനിക്ക് നേരത്തെ കഴിഞ്ഞ 2 വർഷത്തിന് ഉള്ളിൽ അവർ ഏതെങ്കിലും പേര് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പഴയ പേരും കൂടെ പറയണം. ഓക്കെ, ആൾമാറാട്ടം പറ്റില്ല, പഴയ പേരും കൂടെ പറയണം. ഓക്കെ, സീലിൽ അത് പറയണമെന്നില്ല, ഈ 2 കാര്യങ്ങളിൽ മാത്രം മതി. ഓക്കെ, എയിലും സിയിലും പറഞ്ഞ കാര്യങ്ങൾ അവിടെ കമ്പനിയുടെ പഴയ പേരും കൂടെ പറയണം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഉണ്ടായിരുന്ന പേരുകളാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അതേപോലെ provided that the word one person company shall be mentioned in bracket below the name of such company wherever its name is printed, affixed or engraved. കമ്പനിയുടെ ഒരു 1 person കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ പേര് എവിടെയെല്ലാം പ്രിന്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അഫിക്സ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സീലിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതില് താഴെ ബ്രാക്കറ്റില് താഴെ പറയണം, ഇൻ ബ്രാക്കറ്റ് ബിലോ പറയണം എന്തെന്നത് 1 person കമ്പനിയാണെന്ന് പറയണം. കമ്പനിയുടെ പേര് പറഞ്ഞതിന് ശേഷം താഴെ ബ്രാക്കറ്റിൽ പറയണം എന്തെന്ന്, ഇത് 1 person കമ്പനി ആണെന്നുള്ള കാര്യം ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, സെക്ഷൻ 12 സബ്സെക്ഷൻ 4ലേക്ക് വരാം. സെക്ഷൻ 12 സബ്സെക്ഷൻ 4. Notice of every change of situation of registered office verified in the manner prescribed after the date of incorporation of the company shall be given to the registrar within 30 days of the change, who shall record the same. അതായത് കമ്പനി എപ്പോഴെങ്കിലും അതിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ INC 22 നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ സെക്ഷൻ 12 സബ്സെക്ഷൻ 2 ഡിസ്കസ് ചെയ്തപ്പോൾ
സെക്ഷൻ 12 സബ്സെക്ഷൻ 2 നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കുറേ ഡോക്യുമെന്റ്സ് എല്ലാം ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. വെരിഫിക്കേഷൻ ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ആ ഡോക്യുമെന്റ്സ് എല്ലാം എപ്പോഴും കമ്പനി ഏതെങ്കിലും സമയത്ത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും വിത്തിൻ 30 days ഓഫ് ദ ചേഞ്ച്, ആ ചേഞ്ച് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ വിത്തിൻ 30 days ഓഫ് സച്ച് ചേഞ്ച്, നേരത്തെ അത് 15 days എന്നായിരുന്നു. കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2017 അത് മാറ്റി 30 days എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ 30 days വിത്തിൻ 30 days ഓഫ് ദ ചേഞ്ച്, രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നേരത്തെ നമ്മൾ സെക്ഷൻ 12 സബ്സെക്ഷൻ 2 ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഒരു റൂൾസിൽ പോയിരുന്നു. സെക്ഷൻ 12 സബ്സെക്ഷൻ 2 ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ റൂൾസിൽ പറഞ്ഞിരുന്നു കുറേ കാര്യങ്ങൾ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അത്തരം കാര്യങ്ങളെല്ലാം കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴും വിത്തിൻ 30 days ഓഫ് ദ ചേഞ്ച് ഫോം നമ്പർ INC 22 രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഫയൽ ചെയ്യണം. സിറ്റുവേഷൻ ഓഫ് ദ രജിസ്റ്റേർഡ് ഓഫീസ്. ഒരു കമ്പനിയും രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പാടില്ല എക്സെപ്റ്റ് ഓൺ ദ അതോറിറ്റി ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ കമ്പനി. ഒരു കമ്പനി അതിൻ്റെ മെമ്പേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചിട്ട് അതിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പാടുള്ളൂ. ഓക്കെ, എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ആ വോട്ട് ഇൻ ഫേവർ ഷുഡ് ബി നോട്ട് ലെസ് ദാൻ 3 times ഓഫ് വോട്ട് എഗെയിൻസ്റ്റ്. റെസൊല്യൂഷൻ മൂവ് ചെയ്യുമ്പോൾ അതിന് ഫേവറായിട്ട് കിട്ടേണ്ട വോട്ട് അതിന് എഗെയിൻസ്റ്റ് ആയി കിട്ടിയ വോട്ടിന്റെ 3 മടങ്ങ് വോട്ടെങ്കിലും കിട്ടിയാൽ മാത്രമാണ് ആ റെസൊല്യൂഷൻ പാസ്സാവുള്ളൂ. അങ്ങനത്തെ ഒരു റെസൊല്യൂഷൻ പാസ്സായിരിക്കണം. ഓർഡിനറി റെസൊല്യൂഷൻ പോരാ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായിരിക്കണം. എക്സെപ്റ്റ് ഓൺ ദി അതോറിറ്റി ഓഫ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ കമ്പനി, രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഷാൾ നോട്ട് ബി ചേഞ്ച്ഡ്. ഓക്കെ, ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം ജുറിസ്ഡിക്ഷൻ ഓഫ് വൺ രജിസ്ട്രാർ ടു അതർ രജിസ്ട്രാർ വിത്തിൻ ദ സെയിം സ്റ്റേറ്റ്. ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ട്. ഒന്ന് കോയമ്പത്തൂർ ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ട്, ചെന്നൈയിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ട്. ഓക്കെ, മഹാരാഷ്ട്രയിലും 2 രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയുള്ള ഒരു രജിസ്ട്രാറുടെ ജുറിസ്ഡിക്ഷനിൽ നിന്നും വേറെ രജിസ്ട്രാറുടെ ജുറിസ്ഡിക്ഷനിലേക്ക് ഒരു കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് മാറ്റുമ്പോൾ എന്താണ് ഫോർമാലിറ്റീസ്? ആ സംസ്ഥാനത്തിന് അകത്ത് തന്നെ ഉള്ള സ്ഥലത്തേക്ക് തന്നെയാണ് മാറ്റുന്നത്. കോയമ്പത്തൂർ ജുറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് ചെന്നൈ ജുറിസ്ഡിക്ഷനിലേക്ക് വരുന്ന സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? No company shall change the place of its registered office from the jurisdiction of one registrar to the jurisdiction of another registrar within the same state unless such change is confirmed by the regional director. Regional director on an application made by the company in the prescribed manner. Okay, അപ്പോൾ ഒരു രജിസ്ട്രാറിൽ നിന്ന് വേറൊരു രജിസ്ട്രാറുടെ ജുറിസ്ഡിക്ഷനിലേക്ക് വിത്തിൻ ദ സെയിം സ്റ്റേറ്റ് രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റണമെങ്കിൽ അത് റീജിയണൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ഉണ്ട്. ഓക്കെ, റീജിയണൽ ഡയറക്ടർ. ആ റീജിയണൽ ഡയറക്ടറുടെ കൺഫർമേഷൻ വാങ്ങിയതിന് ശേഷം മാത്രമാണത് മാറ്റാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതിനുള്ള റൂൾസ് റൂൾ 28 ചാപ്റ്റർ 2 റൂൾ 28 അതിന്റെ റൂൾസ് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് റീജിയണൽ ഡയറക്ടർക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഫോം നമ്പർ INC 23. An application seeking confirmation from the regional director for shifting the registered office within the same state from the jurisdiction of one registrar of companies to the jurisdiction of another registrar of companies shall be filed by the company with the regional director in form INC 23 along with fees. അതിന്റെ കൂടെ ചില ഡോക്യുമെന്റ്സ് എല്ലാം ഫയൽ ചെയ്യുകയും വേണം. ഒന്നെന്താണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസൊല്യൂഷൻ പാസ് ചെയ്ത്, ബോർഡ് റെസൊല്യൂഷൻ ഫോർ ഷിഫ്റ്റിംഗ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ ജുറിസ്ഡിക്ഷൻ ടു അനദർ
jurisdiction within the same state. A board of directors in the resolution. അതേപോലെ special resolution passed by the members. A declaration given by key managerial personnel or any two directors authorized by the board that the company has not defaulted in payment of dues to its workmen. കമ്പനിയുടെ എംപ്ലോയീസിന് ഒരു ഡ്യൂസും പേയ്മെന്റ് ഒന്നും കൊടുക്കാൻ ഒരു ഡീഫോൾട്ടും ഇല്ല. And has either consent of its creditors for the proposed shifting or the company has necessary provision for payment thereof. Okay, ഒന്ന് വർക്ക്മാൻസിന് ഒരു പേയ്മെന്റും ഡ്യൂ ഇല്ല, കമ്പനിയുടെ എംപ്ലോയീസിന് ഒന്നും ഒരു പേയ്മെന്റ് കൊടുക്കാനും പെൻഡിങ് ഇല്ല. അതേപോലെ ക്രെഡിറ്റേഴ്സിന്റെ സമ്മതമുണ്ട്, അല്ലെങ്കിൽ കമ്പനി നെസസറി പ്രൊവിഷൻ മെയ്ഡ് ഫോർ ദ പേയ്മെന്റ് thereof. അത് കൊടുക്കാനുള്ള കമ്പനി ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെന്റിന് നെസസറി പ്രൊവിഷൻസ് അവരുടെ കൺസേൺ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നെസസറി പ്രൊവിഷൻസ് മെയിൻറ്റെയിൻ ഫോർ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്. ഓക്കെ, എംപ്ലോയീസിനൊന്നും കൊടുക്കാനുണ്ടാവാൻ പാടില്ല, കമ്പനിയുടെ എംപ്ലോയീസിന് ഒരു പെൻഡിങ് പേയ്മെന്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ക്രെഡിറ്റേഴ്സിന്റെ കൺസെന്റ് വേണം, അല്ലെങ്കിൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വേണം. ഡിക്ലറേഷൻ നോട്ട് ടു സീക്ക് ചേഞ്ച് ഇൻ ദ jurisdiction ഓഫ് court where cases for prosecutions are pending. കമ്പനിക്ക് അഗെയിൻസ്റ്റ് ഏതെങ്കിലും കോടതികളിൽ എന്തെങ്കിലും കേസ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ആ കേസ് വേറെ കോടതിയിലേക്ക് മാറ്റാൻ ഇവര് ആവശ്യപ്പെടുകയില്ല എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ. കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കേസ് ഏതെങ്കിലും കോടതിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ വേറൊരു കോടതിയിലേക്ക് ഇവർ മാറുന്ന സ്ഥലത്തുള്ള കോടതിയിലേക്ക് മാറ്റിത്തരണമെന്ന് പറയുന്ന രീതിയിൽ ആവശ്യപ്പെടുകയില്ല എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ. Acknowledge copy of intimation to the Chief Secretary of the State as to the proposed shifting and that the employee's interest is not adversely affected consequent to the proposed shifting. ഈ കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നത് കൊണ്ട് കമ്പനിയുടെ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റിനെ അത് ബാധിക്കുന്നില്ല എന്ന് പറയുന്ന രൂപത്തിൽ ഒരു ഇന്റിമേഷൻ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കോപ്പി. Acknowledge copy of the intimation to the Chief Secretary of the State as to the proposed shifting and that the employee's interest is not adversely affected consequent to the proposed shifting. The regional director shall examine the application thereof. അതിനുശേഷം regional director നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ INC 23 നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻസ് പരിശോധിച്ചിട്ട് റീജിയണൽ ഡയറക്ടർ എന്ത് ചെയ്യും? പുട്ട് അപ്പ് ദ ഓർഡേഴ്സ് വിത്തൗട്ട് എയറിംഗ് ആൻഡ് ഓർഡർ either approving or rejecting the application that shall be passed within 15 days of the receipt of the application complete in all respect. Okay, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ റീജിയണൽ ഡയറക്ടറുടെ അടുത്ത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 15 days റീജിയണൽ ഡയറക്ടർ അത് അപ്രൂവ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ വേണം. എന്നിട്ട് അതിന്റെ സർട്ടിഫൈഡ് കോപ്പി ഷാൾ ബി ഫൈൽഡ് വിത്ത് ദ registrar of the certified copy of the order of the regional director approving the alteration of memorandum for transfer by state office within the same state shall be filed in form number INC 28 with the registrar of the state within 30 days from the date of receipt of the certified copy of the ഓർഡർ. അപ്പം റീജിയണൽ ഡയറക്ടർക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ റീജിയണൽ ഡയറക്ടർ അത് കൺഫേം ചെയ്യുകയോ അല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യണം. എന്നിട്ട് ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 30 days ദാറ്റ് ഷുഡ് ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇൻ ഫോം നമ്പർ INC 28. അതിന്റെ സർട്ടിഫൈഡ് കോപ്പി ഷുഡ് ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അലോങ് വിത്ത് ഫീസ് വിത്തിൻ 30 days ഓഫ് ദ റെസീറ്റ് ഓഫ് ദ സർട്ടിഫൈഡ് കോപ്പി ഇൻ ഫോം നമ്പർ INC 28.
8. അങ്ങനെ രജിസ്ട്രാർക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ conclusive evidence that all the requirements of this act with respect to change of registered office have been complied with. Okay, default വരുത്തി കഴിഞ്ഞാൽ പെനാൽറ്റി എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഇനി സെക്ഷൻ 12 സബ്സെക്ഷൻ 9. If registrar has reasonable cause to believe that the company is not carrying on any business or operation, he may cause a physical verification of its registered office of the company in such manner as may prescribe. And if any default is found to be made in complying with the requirements of subsection 1, he may, without prejudice to the provisions of subsection 8, initiate action for removal of name of the company from the register of companies under chapter 18. അതായത് രജിസ്ട്രാർ എൻക്വയറി എല്ലാം നടത്തിയിട്ട് റീസണബിൾ കോസ്റ്റ് ബിലീവ് ദാറ്റ് കമ്പനി ഇസ് നോട്ട് ക്യാരിങ് ഓൺ എനി ബിസിനസ്, കമ്പനി ബിസിനസ്സും ചെയ്യുന്നില്ല എന്നാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്ത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ പോയി രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ ഒഫീഷ്യൽസ് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലാവുന്നത് കമ്പനി ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ വിത്തൗട്ട് പ്രെജുഡിസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 8, ഓൾറെഡി പെനാൾട്ടി എല്ലാം കമ്പനിയുടെ മേലിൽ ഇമ്പോസ് ചെയ്തു എന്നുള്ളത് കണക്കാക്കാതെ തന്നെ രജിസ്ട്രാർക്ക് മേ ഇനീഷ്യേറ്റ് ആക്ഷൻ ഫോർ റിമൂവൽ ഓഫ് നെയിം ഓഫ് ദ കമ്പനി ഫ്രം ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ്. കമ്പനിയുടെ പേര് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള അധികാരം, അതിനുള്ള ആക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഉണ്ട്. ഓക്കെ, ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആ ബെൽ ഐക്കണും എല്ലാവരും ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.